വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച സാഹചര്യത്തിൽ തിങ്കളാഴ്ച വീണ്ടും പാർലമെന്റ് ആരംഭിക്കുമ്പോൾ പ്രതിപക്ഷം ആഭ്യന്തരമന്ത്രി അമിത്ഷായെയാണ് ലക്ഷ്യം വെക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് നേരെ ദില്ലിയിൽ നടന്ന പോലീസ് അതിക്രമം അമിത്ഷായുടെ നിർദ്ദേശപ്രകാരമാണെന്ന് സ്ഥാപിക്കാനാണ് നീക്കം. ഇതിനെ എങ്ങനെ ബി.ജെ.പി പ്രതിരോധിക്കുമെന്നതാണ് ചോദ്യം. അതേസമയം പിന്തുണച്ചവർക്ക് നന്ദിയെന്ന് അഭിജിത് ദീപ്തിയും പ്രതികരിക്കുന്നു. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ഷമി പ്രഭാകർ കൂടിച്ചേരുന്നു. ഷമി, ഈ ബി.ജെ.പി ഡൽഹിയിൽ നടന്നൊരു പ്രതിഷേധം ഈ ബി.ജെ.പി അധികാരത്തിനേറ്റ തിരിച്ചടി, ബി.ജെ.പി ധാർഷ്ട്യത്തിനേറ്റ ഒരു തിരിച്ചടി എന്നതിൽ സംശയമില്ല. ഇപ്പോൾ നിലവിലും ഇതിനുശേഷവും പ്രതിസന്ധി തുടരുകയാണ്. ഇനി എന്തായിരിക്കും തുടർ നടപടികൾ എന്നടക്കം അറിയേണ്ടതുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അല്പം മുമ്പ് അഭിജിത്ത് ദീപ്കെ ഒരു ഇൻസ്റ്റാ പോസ്റ്റ് റിലീസ് ചെയ്തിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു, ഈ സമരത്തിന് പിന്തുണ നൽകിയ എല്ലാ മനുഷ്യരോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതേസമയം തന്നെ ഇനിയും ഈ പാർട്ടിക്ക്, കോക്രോച്ച് ജനതാ പാർട്ടിക്ക് ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് എന്നുള്ള കാര്യവും അദ്ദേഹം പറയുന്നുണ്ട്. ഈ കഴിഞ്ഞ 37 ദിവസം നടത്തിയ സമരത്തിൻ്റെ ഒരു ബാക്കി പത്രം അത് ഈ ജനങ്ങളുടെ പിന്തുണയാണ്. അവരുടെ ഒരു വലിയ സഹായം കൊണ്ടാണ് ഇത്തരത്തിലൊരു വിജയത്തിലേക്ക് എത്താൻ കഴിഞ്ഞത് എന്നുള്ളത് അഭിജിത് ദീപ്കെ പറയുന്നു. അദ്ദേഹം സുഖമില്ലാതെ കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് അദ്ദേഹം പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നാളെ പാർലമെന്റ് ആരംഭിക്കുമ്പോൾ എന്തായിരിക്കും സഭയിൽ സംഭവിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വിഷയത്തിൽ, വിദ്യാർത്ഥികൾ ഉന്നയിച്ച വിഷയത്തിൽ ചർച്ചയില്ല. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന പ്രതിപക്ഷം ചോദിക്കുന്ന സമയത്ത് തന്നെ സഭ നിർത്തിവെച്ച് പിരിയുന്ന ഒരു ഭരണപക്ഷ ധാർഷ്ട്യത്തെയാണ് നമ്മൾ 20-ാം തീയതി മുതൽ കണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥി സമരത്തെ തച്ചുടയ്ക്കാനുള്ള എല്ലാ നീക്കങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി, പ്രത്യേകിച്ചും ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ എന്തായാലും രാജിവെച്ചിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഈ പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കും, ശക്തമായി തന്നെ ഉന്നയിക്കും. പ്രതിപക്ഷം ഉന്നയിക്കാൻ പോകുന്ന വിഷയം, എന്തിനാണ് ഈ വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ കായികമായി കൈകാര്യം ചെയ്തത് എന്നുള്ളതാണ് പ്രതിപക്ഷം ഇനി ഉന്നയിക്കാൻ പോകുന്നത്. അതായത് അവരുടെ ടാർഗറ്റ് തീർച്ചയായും ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെയാണ്. എന്തിനു വേണ്ടി ഈ കുട്ടികളെ ഇത്രമാത്രം തല്ലിച്ചതച്ചു, ഇത്രയും വലിയ പോലീസ് സന്നാഹമൊരുക്കി അവരെ നേരിടേണ്ട ആവശ്യം എന്തായിരുന്നു? കാരണം വളരെ സമാധാനപരമായി സമരം നടത്തുന്ന ഒരു വിദ്യാർത്ഥി സമൂഹത്തെ അവരെ ഉന്നയിച്ച ആവശ്യങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ തങ്ങളുടെ കായികമായ ഒരു ശേഷി കൊണ്ട് ഇല്ലാതാക്കി കളയാം എന്ന ധാരണയുടെ പുറത്ത് മുന്നോട്ട് നീങ്ങിയ ആഭ്യന്തര വകുപ്പാണ് ഒരുപക്ഷേ ഈ സർക്കാരിനെ ഏറ്റവും അധികം പ്രതിസന്ധിയിലാക്കിയത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അന്നത്തെ ജൂലൈ മാസം 20-ാം തീയതി ഉണ്ടായ ആ ഒരു ലാത്തി ചാർജിൻ്റെയും ആ ക്രൂരമായ വേട്ടയാടലിൻ്റെയും ഫലമായിട്ടാണ് രാജ്യവ്യാപകമായി പ്രക്ഷോഭം പടരുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഒരുപക്ഷെ കോൺഗ്രസ് അടക്കം ഈ ഒരു സമരത്തിലേക്ക് വരാനുണ്ടായ സാഹചര്യം പോലും ഈ ഒരു ലാത്തി ചാർജാണ് എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവിനെ അടക്കം വലിച്ചു കയറ്റി പോലീസ് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അതായത് ഈ രാജ്യത്തെ എതിർ ശബ്ദങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കും എന്ന നിലപാടെടുത്ത് കായികമായി അതിനെ കൈകാര്യം ചെയ്ത ആഭ്യന്തര വകുപ്പിനെ കൊണ്ട് പാർലമെന്റിൽ മറുപടി പറയിക്കുക എന്നൊരു തന്ത്രത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു സമീപനത്തിലേക്ക് തീർച്ചയായും പ്രതിപക്ഷം പോകും. ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം സഭയിൽ മറുപടി നൽകേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. ശരി ഷമി, എന്തായാലും ബി.ജെ.പിയുടെ അധികാര ധാർഷ്ട്യത്തിനേറ്റ തിരിച്ചടിയാണ് ഈ ജെൻസി പ്രക്ഷോഭത്തിന്റെ വിജയം എന്നതിൽ സംശയമില്ല. എന്തായാലും എന്തിനാണ് ഈ ആദ്യം മുതലേ ഈ CJP പ്രതിഷേധത്തിൽ ഉടനീളം കണ്ടത്? ഈ പോലീസിന് ഉപയോഗിച്ച കേന്ദ്രം ഈ വിദ്യാർത്ഥികളെ തല്ലിച്ചതയ്ക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിലടക്കം അവർ മറുപടി പറയേണ്ടി വരും. പാർലമെന്റിൽ അമിത്ഷാ അടക്കം മറുപടി പറയേണ്ടി വരും എന്നതാണ് ഷമി പ്രഭാകർ പങ്കുവയ്ക്കുന്നത്.